ഹായ് കൂട്ടുകാരെ. അപ്പോൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് പേജ് നമ്പർ 46-ലെ 2 പ്രോബ്ലംസാണ് ചെയ്യുന്നത്. സെക്കൻഡ് പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡ്രോ എൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. പരിവൃത്ത ആരം 3.5 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. ഓക്കെ, സോ എന്താ സമഭുജ ത്രികോണം? ആദ്യം നമുക്കതറിയണം. എന്താ സമഭുജ ത്രികോണം? സമഭുജ ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അതിൽ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയുള്ള ത്രികോണത്തിനാണ് എന്തെന്ന് പറയുന്നത്? സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. സോ ഈ സമഭുജ ത്രികോണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും ഇല്ലേ? ഒരു എന്താ പറയുക, ഈക്വൽ ആയിട്ടുള്ളൊരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? സമഭുജ ത്രികോണമായിരിക്കും. പക്ഷേ അവിടെ പറഞ്ഞിട്ടുള്ളത് സർക്കം റേഡിയസ് എത്രയായിരിക്കണം ആ ത്രികോണത്തിൻ്റെ? അതായത് ആ ത്രികോണത്തിൻ്റെ പരിവൃത്ത ആരം, സർക്കം റേഡിയസ് എന്ന് പറഞ്ഞ അർത്ഥം, സർക്കിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു ട്രയാങ്കിളിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ 3 വേർട്ടിസസും സർക്കിളുമേ ആയിട്ട് വരയ്ക്കുന്ന ത്രികോണമാണ് എന്തെന്ന് പറയുന്നത്? പരിവൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 3.5 ആയിരിക്കണം. ഇതാണ് നമ്മളോട് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം ഞാൻ അതിൻ്റെ തിയറം പറയുകയാണ്. ഇവിടെ ഓരോ ആംഗിളും, ഇപ്പോൾ ഇതാ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൽ എന്തുണ്ട്? 3 സൈഡും ഉണ്ട്. 3 സൈഡിലൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇതിൻ്റെ 3 വേർട്ടിസസും എന്തുമ്മിലാണ് തട്ടിയിരിക്കുന്നത്? ഈ സർക്കിളുമ്പോൾ തന്നെ ടച്ച് ചെയ്യുകയാണ് കേട്ടോ. വേർട്ടിസസ് കറക്റ്റ് സർക്കിളുമ്പോൾ തന്നെ എന്ത് ചെയ്തേക്കാം? ടച്ച് ചെയ്തേക്കാം. ഇതിൻ്റെ ആംഗിൾസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 60 ഡിഗ്രിയാണ്. ഓരോന്നിനും 60 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഈ ഓരോ എൻഡിന് 60 ഡിഗ്രി ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ എത്രയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ വേർട്ടിസസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ എന്തായിരിക്കും? ഇരട്ടിയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇവിടെ 60 വെച്ചെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 120 ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 120 ആയിരിക്കണം. ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 120 ആയിരിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിളുകൾ 120 3 കഷ്ണമുള്ള ഒരു സർക്കിൾ വരച്ച്, മീൻസ് ഒരു സെഗ്മെൻറ്റുകൾ വരച്ചിട്ട് ആ സെഗ്മെൻറ്റ് കൂട്ടിമുട്ടുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്താൽ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, സർക്കിൾ വരയ്ക്കേണ്ട എത്ര സെൻറ്റിമീറ്ററിൽ വരയ്ക്കണം? 3.5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കും. ഞാനിവിടെ റഫ് ഫിഗറാണ് വരച്ച് കാണിക്കുന്നത്. സോ അതുപോലെ സ്കെയിലും പ്രൊട്രാക്ടറൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കോമ്പസൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, സോ ആദ്യം ഞാൻ എന്ത് വരച്ചു? ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കണം? 3.5 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ, സോ റേഡിയസ് എന്ന് പറയുന്നത് 3.5 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ മാർക്ക് ചെയ്യണം. കോമ്പസ് സെൻറ്ററിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് 3.5 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്തിട്ടുള്ള ആ കോമ്പസിൻ്റെ അളവെടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ഓക്കെ, സെൻറ്റർ നമ്മൾ എത്ര മാർക്ക് ചെയ്തു? 3.5 സെൻറ്റിമീറ്റർ എന്നും എഴുതി വെച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഈ പോയിന്റിൽ എന്ത് വെക്കണം? പ്രൊട്രാക്ടർ വെക്കണം. പ്രൊട്രാക്ടർ കറക്റ്റ് ഈ പോയിന്റിൽ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഏത് സൈഡിലോട്ടാണോ ലൈൻ പോയേക്കുന്നത് ആ സൈഡിലെ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എത്ര വരെ? 120 വരെ എടുക്കണം. ആ 120 എവിടെയാണ് വരുന്നത് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഏത് സൈഡിലാണോ ലൈൻ വരുന്നത് ആ ലൈനിലുള്ള പ്രൊട്രാക്ടറിൽ 120 ഡിഗ്രി 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 120 എവിടെ? നമ്മൾ ആദ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 120 കാണും. അതല്ല എടുക്കേണ്ടത്. എവിടെയാണോ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 0യിൽ നിന്ന് എന്താ പറയുക, ഇങ്ങനെ പോയി 60, 70, 80, 90, 100, 120 അങ്ങനെ വേണം എടുക്കാൻ വേണ്ടി. അല്ലാണ്ട് 60ൻ്റെ അവിടെ കാണുന്ന 120 പോയി എടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റും. സോ 0യിൽ നിന്ന് തുടങ്ങി ആ ഒരു ഫ്ലോയിൽ തന്നെ പേന കൊണ്ടുപോവുക അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ 120 എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു 120 കിട്ടി. ഈ വര എന്ത് ചെയ്തു? നമ്മൾ ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ കിട്ടിയ പോയിന്റിൽ വീണ്ടും ഞാൻ എന്ത് വയ്ക്കുകയാണ്? പ്രൊട്രാക്ടർ വയ്ക്കുകയാണ്. എന്നിട്ട് ഏത് സൈഡിലോട്ടാണ്? ഈ സൈഡിലോട്ടായിരിക്കും വര പോയിട്ടുണ്ടാവുക അല്ലേ? ഈ വരയായിരിക്കും. ഈ വരയിൽ നിന്ന് വീണ്ടും പ്രൊട്രാക്ടറിൻ്റെ അളവ് നോക്കി ഏകദേശം എത്ര? 120 ഡിഗ്രിയിൽ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെയും 120 ഡിഗ്രി കിട്ടി, ഇവിടെയും 120 ഡിഗ്രി. ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ആംഗിൾ എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? 120 ഡിഗ്രി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, സോ സെൻട്രൽ ആംഗിളുകളെല്ലാം 120 ആയില്ലേ? ഇനി നമുക്ക് ഇവിടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആംഗിളുകളെല്ലാം എത്രയായിട്ട് മാറും? 60 ആയിട്ട് മാറും. സോ സർക്കം റേഡിയസ് എത്രയായി? 3.5 ആയി. സോ 60 ഡിഗ്രി ആയിട്ടുള്ള 3.5 ആയിട്ടുള്ള എന്ത് വരയ്ക്കാൻ പറ്റി? സർക്കം റേഡിയസ് ഉള്ള 3.5 ഉള്ള എന്ത് 60 ഡിഗ്രിയിലുള്ള ഇക്വലേറ്ററൽ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേക്ക് എന്നിട്ട് എന്ത് ചെയ്യുക? വരയ്ക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
Draw a triangle with circumradius 3 centimeter and the two of angles 32.5 degree and 37.5 degree. പരിവൃത്ത ആരം 3 സെൻറ്റിമീറ്ററും രണ്ട് കോണളവുകൾ 32.5യും 37.5യും ആയ ത്രികോണം വരയ്ക്കുക. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കി, സർക്കിൾ തന്നെയാണ്. അപ്പോൾ സർക്കിൾ എന്ത് ചെയ്യണം, ത്രികോണത്തിൻ്റെ പുറത്ത് കൂടെ കടന്നു പോകണം. അതായത് ട്രയാങ്കിളിൻ്റെ ഔട്ട് സൈഡിലൂടെ എന്ത് ചെയ്യണം, സർക്കിൾ കടന്നു പോകണം. ഇതാണ് സർക്കിൾ. അതിൻ്റെ റേഡിയസ് എത്രയേ പാടുള്ളൂ, 3 സെൻറ്റിമീറ്ററേ പാടുള്ളൂ. അതിലൊരു ആംഗിൾ എന്ന് പറയുന്നത് 32.5, മറ്റേ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 37.5 ആണ്. ഈ ഹാഫൊക്കെ നമുക്ക് പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റും, ഹാഫ് നമുക്ക് പ്രൊട്രാക്ടറിൽ എടുക്കാൻ പറ്റില്ല. സോ ആദ്യം തന്നെ നോക്കുക, ഇവിടെ 2 ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എന്തുണ്ടാവും, ടോട്ടൽ 3 ആംഗിൾ ഉണ്ടാവുമല്ലോ അല്ലേ. മൂന്നാമത്തെ ആംഗിൾ എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാനിവിടെ നോക്കുകയാണ്, മൂന്നാമത്തെ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ടോട്ടൽ എത്രയാണ്, 180 ആണ്. ആ 180ന്ന് ഏത് 2 ആംഗിൾ, ഈ 2 ആംഗിൾ തമ്മിൽ കൂട്ടിയിട്ട് കുറച്ചാൽ മതി അല്ലേ. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 32.5ഉം അടുത്ത ആംഗിൾ 37.5 ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റണം. ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 180, ടോട്ടൽ ആംഗിൾ 180 അല്ലേ, ആ 180 നിന്ന് രണ്ടും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ മതി, കുറച്ചാൽ മതി. സോ എനിക്ക് എഴുതാൻ പറ്റും 180 മൈനസ് 32.5 പ്ലസ് 37.5 എന്ന് ചെയ്താൽ പോരെ. സോ കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും, രണ്ടും കൂടെ കൂട്ടുന്ന സമയത്ത് 32.5ഉം 37.5. ഓക്കെ, ഹാഫ് ഒന്നാണ്. സോ ഇത് 9 എന്ന് കിട്ടും. 9+1 ചെയ്താൽ മതി. ഓക്കെ, 69+1 = 70 ഡിഗ്രി എന്ന് എനിക്ക് ആൻസർ കിട്ടും അല്ലേ. സോ എത്ര കിട്ടി, 180 മൈനസ് 70 ആണ് = എത്ര കിട്ടി, 110 ഡിഗ്രി എന്ന് കിട്ടി. അതായത് ഈ മൂന്നാമത്തെ ആംഗിൾ എന്തായിട്ട് കിട്ടും, നമുക്ക് 110 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാ. ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് മുമ്പ് ഇത് ഈ അറ്റത്ത് 32 വരണം എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ എത്ര ആംഗിൾ വരുന്നവരായിരിക്കും, സെൻറ്ററിൽ 32ൻ്റെ ഇരട്ടി വരണം അല്ലേ. 32.5 പ്ലസ് എന്ത് കിട്ടും, 32.5 എത്ര കിട്ടും, 5 4 6. ഓക്കെ, 65 എന്ന ആൻസർ കിട്ടും. 64 + 1 65 എന്ന ആൻസർ കിട്ടും അല്ലേ. സോ 65 ഡിഗ്രി ആണ് എന്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എടുക്കുമ്പോൾ അത് കറക്റ്റ് മൂലയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കിളിൽ വരുന്ന സമയത്ത് എന്തായിട്ട് മാറും, 32.5 ആയിട്ട് മാറും. സോ വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, 3 സെൻറ്റിമീറ്ററിൽ എന്ത് വരച്ചു, ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ 3 സെൻറ്റിമീറ്ററിൽ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ റേഡിയസ് എന്ത് ചെയ്യണം, 3 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. റേഡിയസ് 3 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ റേഡിയസ് നമ്മളൊന്ന് ചെരിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫിഗർ നല്ലതായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫിഗർ ഒന്ന് ഭയങ്കരമായിട്ട് ചെരിഞ്ഞു പോകും, ആൻസർ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ റേഡിയസ് ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യണത്, ഇങ്ങനെ ഞാൻ റേഡിയസ് മാർക്ക് ചെയ്യാം. ഈ സൈഡിലോട്ടായിട്ട് ഞാൻ റേഡിയസ് എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഓക്കെ, അത് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സൈഡിലോട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ പോയിന്റ്, ഈ സെൻറ്ററിലെ ഈ പോയിന്റിൽ ഞാൻ നേരത്തെ വെച്ച പോലെ പ്രൊട്രാക്ടർ വെച്ചു. എന്നിട്ട് അവിടുന്ന് ഞാൻ എത്ര ഡിഗ്രി എടുക്കുക, 65 ഡിഗ്രി എടുക്കുക. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, പ്രൊട്രാക്ടർ വെച്ചു, ഈ സൈഡിലോട്ട് ലൈൻ പോയേക്കുന്നു. ആ ലൈൻ പോയോടത്ത് 0യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, 65 ഡിഗ്രി ഞാൻ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇതെന്തിനാണ് ഇവിടെ 65 ഡിഗ്രി മാർക്ക് ചെയ്തത്, ഇവിടെ 65 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ എവിടെയെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, അതിൻ്റെ പകുതി ആയിരിക്കും, 32.5 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ 2 പോയിന്റ്സ് തമ്മിൽ ഞാൻ എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. ഓക്കെ, 2 പോയിന്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്ത ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, സർക്കിളിൽ മുട്ടുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ഞാൻ എന്ത് വെച്ചു, വീണ്ടും പ്രൊട്രാക്ടർ വെച്ചു. ആ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഞാൻ വീണ്ടും എന്ത് വരയ്ക്കുകയാണ്, ഇവിടെ നിന്ന് 110 ഡിഗ്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 90-നേക്കാൾ കൂടുതലായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏത് സൈഡിലോട്ടാണ് ലൈൻ പോയേക്കുന്നത് അവിടെ നിന്ന് 0യിൽ നിന്ന് തുടങ്ങി 90 കഴിഞ്ഞ് 110 കഴിഞ്ഞിട്ടാണ്. സോ 110 എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഇങ്ങനൊരു ലൈൻ കിട്ടും. ഇങ്ങനെ ഒരു ലൈൻ സർക്കിളിൻ്റെ പുറത്തോട്ട് പോകും. ആ പുറത്തോട്ട് പോകുന്ന പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പോയിന്റിൽ നിന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് വരച്ചു, നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ പോയിന്റിലോട്ട് വരച്ചു. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് മാറും, ഇവിടെ 65 ആണല്ലോ എടുത്തത്. സോ ഇവിടെ എന്തായിരിക്കും, 32.5 ആയിരിക്കും. ഇവിടെ നമ്മൾ ഓൾറെഡി എത്ര മാർക്ക് ചെയ്തിട്ടുണ്ട്, 110 മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അത് എത്ര ആയിരിക്കും, 37.5 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
ആ ഫിഗർ കിട്ടുന്നത്. ഓക്കെ, വരയ്ക്കുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ വേണ്ടി. ആദ്യം നമ്മൾ എന്ത് വരച്ചു, 3 സെൻറ്റിമീറ്ററുള്ള ഒരു റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒരു മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഞാൻ എത്ര ഡിഗ്രി എടുത്തു? 65. എന്തിനാ 65 എടുത്തത്? 32യുടെ ഇരട്ടിയാണ് 65. സോ 65 എടുത്തു. 65 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ലൈൻ അങ്ങ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ കിട്ടിയ രണ്ട് ബേസുകൾ തമ്മിൽ ഞാൻ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ആ ബേസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എന്ത് മാർക്ക് ചെയ്തു? 110 ഡിഗ്രി വരച്ചു. ആ 110 ഡിഗ്രിയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? സർക്കിളിൽ തട്ടിയ പോയിന്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? നമ്മളിവിടെ വരച്ച മറ്റേ ബേസിലോട്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് മേലെ എന്ത് കിട്ടും? 32.5 കിട്ടും. നമ്മൾ താഴെ 110 വരച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയായിട്ട് മാറും? 37 ആയിട്ട് മാറും. മൂന്നും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കൺസ്ട്രക്ഷന് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. 4 മാർക്കും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും വരച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.